ബി.ജെ.പി. നേതാവും നടനുമായ ജി കൃഷ്ണകുമാറും മകൾ ദിയയും ഭീഷണിപ്പെടുത്തിയതായി ജീവനക്കാർ പറയുന്നു. തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട്. ഇരുവരും ജാതി അധിക്ഷേപം നടത്തിയെന്നും പരാതിക്കാർ പറയുന്നു. പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയപ്പോൾ DMM ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലിയിൽ നിന്ന് മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഓഫീസിൽ വെച്ച് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നതാണ് നിങ്ങളിത് സമ്മതിച്ചേ പറ്റും. ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയാണ് ഈ കാര്യം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത്. പിന്നെ നമ്മളെപ്പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരെ കൾച്ചർ വേറെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മനസ മനോജുണ്ട് വിവരങ്ങളുമായി. മനസ, ജീവനക്കാർ പറയുന്ന കാര്യങ്ങളും ഗൗരവമുള്ളതാണ്. ഇത്തരത്തിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ഉണ്ടെന്ന് കൃഷ്ണകുമാർ പറയുന്നുണ്ട്. പക്ഷേ ജീവനക്കാർ പറയുന്നു ഇത്തരത്തിൽ ജാതി അധിക്ഷേപം അടക്കം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ തങ്ങൾ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്, അടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. മനസ. തീർച്ചയായും ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ 3 ജീവനക്കാരികളും ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ദിയ കൃഷ്ണയും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറും പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായ കാര്യം. അതായത് ഇവർ പറയുന്നത് ഇത്തരത്തിൽ തങ്ങളെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയാണ് പൈസ വാങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്, ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ജാതീയമായി ഈ 3 ജീവനക്കാരികളെയും അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ, ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടുകൾ വഴിയാണ് ഈ പേയ്മെന്റും മറ്റു എല്ലാം തന്നെ നടത്തിയത്. അതിന് റീസണായി പറഞ്ഞത്, ദിയ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് ഇഷ്യൂ, അതോടൊപ്പം തന്നെ ടാക്സ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെയും തന്നെ ഉള്ളതിനാൽ ഈ 3 ജീവനക്കാരികളുടെയും അക്കൗണ്ടിലേക്കും ഈ പേയ്മെന്റുകൾ അയച്ചാൽ മതി, അല്ലെങ്കിൽ നടത്തിയാൽ മതി എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇത്തരം ഈ പണമിടപാടുകളൊക്കെയും തന്നെ നടന്നത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ പൈസ നിരന്തരം വരുന്നതിൻ്റെ തെളിവുകളും മറ്റും കാര്യങ്ങളൊക്കെയും തന്നെ ഇവരുടെ പക്കൽ ഉണ്ട് എന്നും പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇവരെ ജാതീയമായി അധിക്ഷേപിച്ചു. മാത്രമല്ല ഇത്തരത്തിൽ ഒരു പകപോക്കൽ നയം സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജീവനക്കാരികൾ തുറന്നു പറയുന്നത്. അതിൻ്റെ എല്ലാം തന്നെ രേഖകൾ തങ്ങളുടെ കയ്യിലുണ്ട്. ഈ ചാറ്റ് ആണെങ്കിലും അതോടൊപ്പം തന്നെ റെക്കോർഡിംഗ് സംഭവങ്ങളായാലും എല്ലാം തന്നെ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ ജീവനക്കാരികൾ പ്രതികരിച്ചത്. ഏതായാലും 2 വാഹനങ്ങളിലായാണ് തങ്ങളെ 3 പേരെയും കൂടി തട്ടിക്കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ 7 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ചു. ഒരു പോലീസ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി, അങ്ങനെ ഭീഷണിപ്പെടുത്തി. പിന്നീടാണ് നമ്മൾക്ക് അല്ലെങ്കിൽ ഈ ജീവനക്കാരികൾക്ക് പരാതി നൽകാൻ സാധിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം തന്നെയാണ് ഇവരുടെ പരാതിയിൽ രാത്രിയാണ് പോലീസ് FIR ഇട്ടതെന്നും ഇവരുടെ പരാതിയെ ഗൗനിച്ചില്ല എന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ട് എന്നാണ് ജീവനക്കാരികൾ പറയുന്നത്. എന്നാൽ ഈ 1 വർഷമായി ഇവർ ഈ ദിയ കൃഷ്ണയുടെ ഒബയോസി എന്ന ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ഇതൊരു ഓൺലൈൻ ഷോപ്പാണ്. ആ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇവർക്കെതിരെ ഇത്തരത്തിൽ തെരഞ്ഞു പിടിച്ച് ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഈ കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ ദിയയും പറഞ്ഞ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വസ്തുതയുമില്ല. എല്ലാ ഈ ഒരു പറഞ്ഞതിൻ്റെ ഒക്കെയും തന്നെ, ഇവർ അനുഭവിച്ചതിൻ്റെ ഒക്കെയും തന്നെ തെളിവുകൾ അവരുടെ പക്കൽ ഉണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ഈ 3 പേരും ഈ ഒരു ഗോഡൗൺ പോലുള്ള ഇടത്താണ് വർക്ക് ചെയ്തു വരുന്നത്. അവിടെ എന്ത് തന്നെ ചെയ്താലും ഈ CCTV എല്ലാം തന്നെ വെച്ചതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും CCTVയിൽ വ്യക്തമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പേയ്മെന്റുകൾ നടത്തുമ്പോഴും ഈ CCTVയിൽ തന്നെ അത് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഇത്തരത്തിൽ പേയ്മെന്റ് നടത്തിയത് ആഴ്ച തോറുമോ അല്ലെങ്കിൽ മാസം തോറുമോ ആണ് ഈ ദിയയുടെ കയ്യിലേക്ക് ഈ പേയ്മെന്റുകൾ ക്യാഷായി ഈ ജീവനക്കാരികൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ആരോപണം
നമ്മളെ അതായത് ഈ ജീവനക്കാരികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി ദിയ കൃഷ്ണയും അതോടൊപ്പം തന്നെ അവരുടെ പിതാവായ ജി കൃഷ്ണകുമാറും രംഗത്തെത്തിയത് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും ഈ യുവതികൾ 3 പേരും ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ കൃഷ്ണകുമാർ ഈ പോലീസ് സ്വാധീനമൊക്കെയും ഉപയോഗിച്ച് തങ്ങളെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായത്. തങ്ങളുടെ ഭർത്താക്കന്മാരെ മോശമായി അല്ലെങ്കിൽ ആക്രമിക്കാൻ നീങ്ങി. അതോടൊപ്പം തന്നെ ഈ ഭർത്താക്കന്മാരോട് കൃഷ്ണകുമാറിന്റെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കണമെന്ന രീതിയിലുള്ള വാക്കുകളൊക്കെയും തന്നെ പ്രയോഗിക്കുകയുണ്ടായി. അതേ രീതിയിൽ പെരുമാറണമെന്ന് പറഞ്ഞു. അതും ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡിങ്സ് ഉൾപ്പെടെയുള്ളവർ അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. അതൊക്കെയും തന്നെ മീഡിയയ്ക്ക് മുന്നിൽ ഇത്തരത്തിൽ ദിയ കൃഷ്ണ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ളത്, അതോടൊപ്പം തന്നെ കൃഷ്ണകുമാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാവിധ റെക്കോർഡിങ്സുകളും കഴിഞ്ഞ സമയത്ത് ഈ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും പറഞ്ഞത് പച്ചക്കള്ളം, അതായത് ഇവരെ തെരഞ്ഞു പിടിച്ചുള്ള ആക്രമണം, ഒപ്പം തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു, അടിച്ചമർത്തൽ മാത്രമല്ല വേറെ ഒരു സ്ഥലത്ത് ഈ 2 കാറുകളിലായി അവരുടെ തന്നെ വേറൊരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ 7 മണിക്കൂറുകളോളം നീണ്ട് കസ്റ്റഡിയിൽ വെക്കുകയും അതിനിടയിൽ ഭീഷണിപ്പെടുത്തുകയും ഈ കുടുംബത്തിലെ ഓരോ ആളുകളും, അതായത് ദിയയുടെ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ മറ്റു സഹോദരങ്ങളും തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ജീവനക്കാരികൾ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഈ ജീവനക്കാരികളുടെ ഭർത്താക്കന്മാരെ ഉച്ചയ്ക്ക് ശേഷം പുറത്തുവിട്ടപ്പോഴാണ് ഈ 8,32,000 രൂപ ഇവർ സംഘടിപ്പിച്ചതും ഇവരുടെ കയ്യിൽ ഇല്ലാത്തതിന്റെ സാഹചര്യത്തിൽ മറ്റിടങ്ങളിൽ നിന്നും സംഘടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് തിരികെ പണം നൽകി അത് ഒത്തുതീർപ്പാക്കി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുത്തിയതും എല്ലാം തന്നെ അവർ ചിത്രീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോയത് എന്നതടക്കമുള്ളവ വരുത്തി തീർക്കുന്ന വിധത്തിൽ അവർ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏതായാലും ജീവനക്കാരികൾ അറിയിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് ഈ ദിയ കൃഷ്ണയും അതോടൊപ്പം തന്നെ ഈ കൃഷ്ണകുമാറും ഈ ജീവനക്കാരികളെ 3 പേരെയും ജാതീയമായി അടിച്ചമർത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് തങ്ങൾ ജോലി രാജിവെച്ചത്. അതിനോടുള്ള ഒരു പകപോക്കലാണ് ഇത്തരത്തിൽ വ്യാജ കേസിൽ കുടുക്കിയതും അതോടൊപ്പം തന്നെ പണം തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ളവ വരുത്തി തീർത്തതും എന്ന് തന്നെയാണ് ഈ ജീവനക്കാരികൾ ആവർത്തിക്കുന്നത്. തുടർന്ന് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ നീക്കവും. ആതിര, മനസ്സ്, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തങ്ങളെ പൂർണ്ണമായും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൃഷ്ണകുമാരും ദിയയും അടക്കമുള്ളവർ പ്രവർത്തിച്ചത് എന്നൊരു കാര്യം കൂടിയാണ് ഈ ജീവനക്കാരുടെ പ്രതികരണം മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇത്തരത്തിൽ കൃഷ്ണകുമാർ പറയുന്നുണ്ടായിരുന്നു QR കോഡ് മാറ്റിയാണ് പണം തട്ടിയത്. പക്ഷേ ഇപ്പോൾ ജീവനക്കാരികൾ പറയുന്നു ഇത്തരത്തിൽ ആ QR കോഡ് നൽകിയത് ദിയയാണ് എന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. തികച്ചും വൈരുദ്ധ്യമുള്ള പ്രതികരണങ്ങളാണ് രണ്ടിടത്തുനിന്നും ഉണ്ടാകുന്നത്. തീർച്ചയായും അതിര ചെറിയ രീതിയിലുള്ള പേയ്മെന്റുകളൊക്കെയും തന്നെ ദിയയുടെ ഈ QR കോഡ് ഉപയോഗിച്ചാണ് നടത്താറുള്ളത്. എന്നാൽ സ്ഥിരം ഈ കസ്റ്റമേഴ്സും അതോടൊപ്പം തന്നെ മറ്റ് ബൾക്കായിട്ട് ഓർഡർ സ്വീകരിക്കുന്നവരുമൊക്കെയുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണ് ഈ 3 ജീവനക്കാരികളുടെയും അക്കൗണ്ടിൽ പേയ്മെന്റ് നടത്തുന്നത്. അതിന്റെ എല്ലാ വിവരങ്ങളും അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും എന്ന് തന്നെയാണ് അവർ ആവർത്തിക്കുന്നതും. നിലവിൽ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ കയ്യിലില്ല എങ്കിൽ കൂടിയും അത് ആവശ്യമെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലും തന്നെയാണ് ജീവനക്കാരികളുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തു എന്ന് ആവർത്തിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് ദിയ കൃഷ്ണയും കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ ദിയയുടെ കുടുംബവും എത്തിക്കുകയായിരുന്നു. തങ്ങളെ ടാർഗറ്റ് ചെയ്ത് തങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു വ്യാജ കേസാണിത്. ഈ ജീവനക്കാരികളായിരുന്നു ആദ്യം പരാതി കൊടുത്തത്. ആ പരാതിയിൽ FIR ഇടുന്നതിന് മുന്നേ പോലീസിനെ സ്വാധീനിച്ച് അത്തരം രീതിയിലേക്കും ജി കൃഷ്ണകുമാർ കടന്നു എന്ന് പറയുന്നു. ഈ കൃഷ്ണകുമാറിന്റെ പേര് വെച്ചാണ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയത്. നിരന്തരം ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി. ഈ മെയ് 28-ാം തീയതിയാണ് ഇവർ ജോലിയിൽ നിന്നും രാജിവെക്കുന്നതായി 3 പേരും ദിയയെ അറിയിച്ചത്. അതിന് പിന്നാലെ മെയ് 30 കൂടിയാണ് ഇത്തരത്തിലൊരു പരാതി ഉയരുന്നതും പിന്നീട് ജീവനക്കാരികൾ പിന്നീട് ജോലിയിലേക്ക് പ്രവേശിക്കാതെ നിൽക്കുന്നതും. ഈ ഒരു ഘട്ടത്തിലാണ് ദിയ കൃഷ്ണ തങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും പരാതി കൊടുക്കുകയും തങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്തത്. വ്യാജ കേസാണ് തങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ ഇത്രയും അധികം പണം
തട്ടിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ തെളിവുകളും ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഉണ്ടാകില്ലേ എന്നും ഇവർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ 3 പേരും തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ, അതായത് കൃഷ്ണകുമാറും ദിയാകൃഷ്ണയും പറയുന്നത് ഇത്തരത്തിൽ ഇവർ തട്ടിയെടുത്തു, ഈ 8,32,000 രൂപ തിരികെ തന്ന് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമൊക്കെ നടത്തി എന്ന കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അത് തങ്ങളിൽ നിന്നും ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ 8,32,000 രൂപ വാങ്ങിച്ചത് എന്നും ഈ ജീവനക്കാരികൾ ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വളരെ തുച്ഛമായ സാലറി മാത്രമാണ് ഇവർക്ക് നൽകി വരുന്നതും അതിനും ഈ തെളിവുകളായോ അതായത് പേയ്മെന്റ് ആയിട്ടല്ല നടത്തുന്നത്, ക്യാഷായിട്ടും മറ്റുമൊക്കെയാണ് ഈ ഇൻക്രിമെന്റും സാലറിയും ഒക്കെ തന്നെ ഇവർക്ക് നൽകുന്നത് എന്നതും അറിയുന്നുണ്ട്. ഏതായാലും ടാക്സ് ഈ നികുതി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇത്തരത്തിൽ പൈസ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ജീവനക്കാരികളുടെ അക്കൗണ്ടിൽ തന്നെയായിരുന്നു ഈ 1 വർഷക്കാലമായും നടത്തി വരുന്നത്. അത് തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തങ്ങളുടെ തങ്ങളെ അധിക്ഷേപിച്ചതിനെതിരെ തങ്ങൾ അത് പ്രകടിപ്പിച്ചതിന് പിന്നാലെ തങ്ങൾക്കെതിരെ ദിയാകൃഷ്ണ തിരിയുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പിന്നീട് ദിയയുടെ അച്ഛനെ കൂട്ടുപിടിച്ച് തങ്ങൾക്കെതിരെ ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കൊണ്ടുപോവുകയും കസ്റ്റഡിയിൽ വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അത്തരം രീതിയിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ചു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ദിയാകൃഷ്ണ ക്രിയേറ്റ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജീവനക്കാരികൾ പുറത്തു പറയുന്നത്. ആതിര.